ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല, പിന്നെയോ മുടിക്കൽ കോളേജ്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അല്ല, ശരിക്കും തിരുവനന്തപുരം മുടിക്കൽ കോളേജാണ്. സംസ്ഥാനം ആരോഗ്യ പ്രതിസന്ധിയിലേക്കെന്ന് സംശയമുണ്ടെന്നും കേരളത്തിൽ പകർച്ചവ്യാധികളുടെ വ്യാപനം ശക്തിപ്പെടുകയാണെന്നും ഇടതുപക്ഷ സഹയാത്രികനും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബി ഇക്ബാലും കേരളത്തിലെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണെന്ന് ഡോക്ടർ എസ് ലാലും പറഞ്ഞത് ശരിവെക്കുന്നതാണ് ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരം മുടിക്കൽ കോളേജിൽ കണ്ട ആ ദൃശ്യങ്ങൾ. പകർച്ചവ്യാധികളുടെ ഇരട്ട രോഗഭാരം പേറുന്ന സമൂഹമായി മാറി കേരളത്തിലുള്ള ജനങ്ങൾ. വിവിധ തദ്ദേശ സർക്കാർ വകുപ്പുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസം 1.25 ലക്ഷം പേർക്കാണ് പകർച്ചപ്പനി വന്ന് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും കേരളത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടുന്നു. പല പനിയുടെയും കാരണങ്ങൾ അറിയില്ല. മഞ്ഞപ്പിത്തം, അമീബിക് മസ്തിഷ്ക ജ്വരം, ഡെങ്കിപ്പനി, എലിപ്പനി, പക്ഷിപ്പനി, ചിക്കൻ ഗുനിയ എന്നു വേണ്ട പനി ബാധിച്ചു മരണം വരുന്നവരുടെ പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു പോലുമില്ല. ഇവയെ നിയന്ത്രിക്കുവാനും കഴിയുന്നുമില്ല. പകർച്ചവ്യാധികൾ പടരുമ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് എന്ന് പറയുകയാണ് ഡോക്ടർ ഇക്ബാൽ. കേരളത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളൊന്നും നടന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. തിരുവനന്തപുരം മേയറുടെ ശബ്ദം ഉയരേണ്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ശിവൻകുട്ടിയുടെ ശബ്ദമാണ് ഇപ്പോൾ ഉയരുന്നത്. പഴയ മേയറായ ശിവൻകുട്ടിയാണിപ്പോൾ തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഭരണം നടത്തുന്നത് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഈ ഇടപെടലുകൾ. എന്നാൽ ശിവൻകുട്ടി തലസ്ഥാനത്ത് കോർപ്പറേഷൻ പരിധിയിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇന്നത്തെ അവസ്ഥ കണ്ടാലും ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരം നീക്കുവാനിറങ്ങിയ ജോയ് മരണമടഞ്ഞ പശ്ചാത്തലത്തിൽ ITV ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ മോർച്ചറിയിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ലാബിൽ നിന്നുമൊക്കെയുള്ള മനുഷ്യാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ PG വിദ്യാർത്ഥിനികളുടെ ലേഡീസ് ഹോസ്റ്റലിന് സമീപം പാർക്കിംഗ് ഗ്രൗണ്ടിലും അതിനോട് ചേർന്ന് തുറസായ പ്രദേശങ്ങളിലുമെല്ലാം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത് കാണുക. കൊച്ചു കുഞ്ഞുങ്ങളുമായി വണ്ടി പാർക്ക് ചെയ്ത് ആളുകൾ ഇവിടെയാണ് മണിക്കൂറുകളോളം കാത്തിരിക്കുന്നത്. അതുവഴി ഒഴുകുന്ന തോട് ജനവാസ മേഖലകളിലേക്കാണ് ഒഴുകുന്നത്. അവിലേക്കാണ് ഈ മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ കൊണ്ടിട്ട് അഴുകി പട്ടിയും കാക്കയും ഒക്കെ വലിച്ചുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ മുൻപിത് വാർത്തയായി നൽകിയപ്പോൾ രാത്രി JCB കൊണ്ടുവന്ന് മാലിന്യങ്ങൾ അവിടെ തന്നെ ഇട്ട് മൂടുകയും തീ കത്തിച്ച് കളയുകയും ചെയ്തിരുന്നു. തീ കത്തിച്ച് ചാമ്പൽ കൂനിയതിന് പുറമെ ഇന്നിതാ കാട്ടുചെടികൾ വളർന്നു കയറി പടർന്നു പന്തലിച്ച് കിടക്കുകയാണ്. പാർട്ടി അനുഭാവികളായ നിരവധി പേരെയാണ് മെഡിക്കൽ കോളേജിൽ ക്ലീനിംഗ് സ്റ്റാഫുകളായി തിരികെ കയറ്റിയിട്ടുള്ളത്. ഇവറ്റകൾ വാർഡുകളിൽ നിന്നും മോർച്ചറിയിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നും മറ്റും കളക്ട് ചെയ്യുന്ന അവശിഷ്ടങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് IMAയുടെ ഇമേജ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് തരംതിരിച്ച് നിർമ്മാർജ്ജനം ചെയ്യുവാൻ കോടികളുടെ ഫണ്ടാണ് ചിലവിടുന്നതായി കണക്ക് കാണിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് പാതിരാത്രിയിൽ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്ന വിശാലമായ സ്ഥലത്തും പാർക്കിംഗ് ഗ്രൗണ്ടിലും പൂച്ച കാഷ്ടിക്കുവാൻ കുഴി മാന്തുന്നത് പോലെ JCB കൊണ്ടുവന്ന് കുഴിയെടുക്കും, അവിടെ തന്നെ കുഴിച്ചു മൂടും. കുറേ തോട്ടിലേക്കും കുറ്റിക്കാട്ടിലേക്കും വലിച്ചെറിയും. മഴ പെയ്യുമ്പോൾ ഇവ അഴുകിനാറി തോട്ടിലൂടെ അടുത്തുള്ള ജലാശയങ്ങളിലേക്കൊക്കെ എത്തുന്നു. അതുപോലെ അനന്തപുരിയിൽ ആമേഴഞ്ചാൻ തോട് കഴിഞ്ഞാൽ അടുത്ത കൊതുക് വളർത്തൽ കേന്ദ്രമാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ക്യാമ്പസ്. ഇവിടെ മരുന്ന് മാഫിയകൾക്ക് വേണ്ടി ഇവിടെ പകർച്ചവ്യാധികൾ സൃഷ്ടിക്കപ്പെടുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
മെഡിക്കൽ കോളേജിലെ ലാബുകളിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നുമൊക്കെ പുറന്തള്ളുന്ന മാലിന്യങ്ങളാണ് ഈ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് നോക്കുക, ആ കാണുന്നത് ലേഡീസ് ഹോസ്റ്റലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG മെഡിക്കൽ വിദ്യാർത്ഥിനികൾ താമസിക്കുന്ന ലേഡീസ് ഹോസ്റ്റലാണ് ആ കാണുന്നത്. ആ ലേഡീസ് ഹോസ്റ്റലിനോട് തൊട്ട് ചേർന്നുള്ള ഈ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള മാലിന്യ ശേഖരം കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഇത്തരത്തിലുള്ള ഈ മാലിന്യ ശേഖരങ്ങൾ കൊണ്ട് തട്ടിയിട്ടിരിക്കുന്നത്. ഈ കോടികളാണ് ഇത്തരത്തിലുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജിൽ നിന്നും ശേഖരിക്കുന്ന ഈ മാലിന്യങ്ങൾ ഇവിടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കുഴി കുത്തി മൂടുകയും അതുപോലെ തന്നെ ആ കാട് പിടിച്ച് കിടക്കുന്നത് മുഴുവൻ വേസ്റ്റാണ്. അതിലെ താഴെയുള്ള ജനനിബിഡമായ സ്ഥലങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു ചെറിയ തോടുണ്ട്. ആ തോട്ടിലുമെല്ലാം മോർച്ചറിയിൽ നിന്നും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നുമൊക്കെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് അവിടെയാണ് തട്ടുന്നത്. അതാണ് ഒഴുകി താഴെയുള്ള ജനനിബിഡമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ എലിപ്പനി, ഡെങ്കു ഫീവർ തുടങ്ങിയ സാംക്രമിക രോഗങ്ങളെല്ലാം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പ്രഭവസ്ഥാനം വേറൊന്നുമല്ല, ഇത് തലസ്ഥാനമല്ല, കേരളത്തിൻ്റെ ചവർസ്ഥാനമാണിത്. കേരളത്തിൻ്റെ ഈ ചവർസ്ഥാനത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള എല്ലാ പകർച്ചവ്യാധികളുടെയും പ്രഭവ കേന്ദ്രം. ഇവിടെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും തിരുവനന്തപുരം മേയറുമൊക്കെ വാഴുന്നത്. അവരുടെയെല്ലാം മൂക്കിൻ തുമ്പത്താണ് ഇത്തരത്തിലുള്ള ഈ തീവട്ടി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കോടികളാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിന് കോടികളാണ് ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത്. അതെല്ലാം തട്ടിയെടുത്ത് ആളുകൾ പാർക്കുന്ന ഏരിയയുടെ സമീപവും അതുപോലെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിലുമാണ് ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇട്ടിരിക്കുന്നത്. ആ കാണുന്ന നോക്കുക, ആ പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ വളരെ ഹരിതാഭമായ മല, പക്ഷേ അത് മലയല്ല, അതൊരു വേസ്റ്റ് മലയാണ്. വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിച്ച് മലയായി രൂപാന്തരപ്പെട്ട അതിൽ പച്ചിലകൾ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ ഈ കാട് പിടിച്ച് വളരെ വനനിബിഡമായി കിടക്കുന്നത് ഇതൊന്നും ഇതല്ല. ഇത്തരത്തിലുള്ള മോർച്ചറിയിൽ നിന്നും മറ്റുമുള്ള മനുഷ്യൻ്റെ ശരീരാവശിഷ്ടങ്ങൾ വരെ കൊണ്ടിട്ട് ഇതെല്ലാം കാക്കയെല്ലാം വലിച്ച് കൊണ്ടയിട്ട് അഴുകി അവിടെ കാട് പിടിച്ച് കിടക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. ഇതിനു മുമ്പും i2 ന്യൂസ് ഇത്തരം ഈ ഒരു വാർത്ത കൊടുത്തിരുന്നു. എന്നാൽ അന്ന് വന്ന് JCB കൊണ്ടുവന്ന് ഇതെല്ലാം മൂടിയിട്ടു. വീണ്ടും ഇപ്പോൾ അത് ഇവിടെ അഴുക്ക് ഒരു കുന്ന് തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ കുഴി കുഴിച്ച് കാഷ്ടിക്കുന്ന ചില ജന്തുക്കളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് കാണുക, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വളരെ ഹാനികരമായ വേസ്റ്റുകളാണ് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കൂടുകളിലാക്കി വലിയ JCBയിൽ കൊണ്ടുവന്ന് വലിയ കുഴികളെടുത്ത് മൂടി ഇട്ടിരിക്കുന്നത്. ഇത് പാർക്കിംഗ് ഗ്രൗണ്ടാണ് എന്ന് പറയുന്നെങ്കിലും പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പല ഭാഗങ്ങളായി JCB വെച്ച് ഇതുപോലുള്ള പല വലിയ കുഴികൾ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് മൂടുന്നത്. ഇത് രാജ്യത്തിൻ്റെ അഭിമാനമെന്ന് പറയുന്ന ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ തൊട്ടു മുൻപിലുള്ള കാഴ്ചയാണ്. ഇതിലെയാണ് രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും മെഡിക്കൽ വിദ്യാർത്ഥികളും അടക്കം ആയിരങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്നത്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ OPയിലേക്ക് പോകുവാനുള്ള മെയിൻ റോഡിലെ പ്രവേശന കവാടത്തിന്റെ തൊട്ടു മുന്നിലുള്ള കാഴ്ചയാണ്. ഇത് വാർഡുകളിൽ നിന്നും മറ്റും കൊണ്ട് കൂട്ടുന്ന മാലിന്യങ്ങൾ തരംതിരിച്ചു വെക്കുന്ന കാഴ്ചയാണ്. പക്ഷേ ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് കാണിച്ച് പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപം കൊണ്ട് തട്ടുന്നു. ഇപ്രകാരം ആയിരക്കണക്കിന് ലോഡ് മാലിന്യങ്ങളാണ് അവിടെ കൊണ്ട് തട്ടിയിരിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് മാത്രമല്ല, മനുഷ്യജീവന് ഭീഷണിയായ തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളും കൊതുകുമടക്കം പടർത്തുന്നത് ഇവിടെ നിന്നാണ്. ആരോഗ്യമന്ത്രിയാണെങ്കിലും മേയറാണെങ്കിലും വെറും ഡമ്മികളാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പുണ്ണാക്കും ഇവറ്റകൾക്ക് അറിയുകയുമില്ല. തലസ്ഥാനത്തെ ഒരു മാതൃകാ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് ഈ അവസ്ഥ എന്നോർക്കണം. ഇനി നിങ്ങൾ പറ, ഇത് മെഡിക്കൽ കോളേജാണോ അതോ മുടിക്കൽ കോളേജാണോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.